ഇത്രയും മാതൃകയുള്ള ആ സ്വഹാബ വനിതകളുടെ ജീവിതത്തിൽ, നബിതങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കുന്നവർക്കിടയിൽ വരെ പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് സ്വാഭാവികമാണെന്നർത്ഥം. ആ പിണക്കമുണ്ടായപ്പോ നബിതങ്ങൾ നേരെ കയറി ചെല്ലാണ് ആരുടെ അടുത്തേക്ക്? പുയ്യാപ്പളന്റെ അടുത്തേക്കില്ലേ. എന്നിട്ട് എന്താ പറയണത്? എന്റെ മോളങ്ങ് ഒഴിവാക്കിത്താന്നാണോ? ഒറ്റ മുറിക്കല നമ്മളൊക്കെ, ഒറ്റ വെട്ട്, രണ്ട് കഷ്ണം, രണ്ടാമതൊരു മയത്തിൽ വർത്തമാനം വരെ അറിയില്ല, മാന്യമായി സംസാരിക്കാൻ അറിയില്ല, പ്രശ്നം ഉണ്ടാക്കാൻ അറിയും, പ്രശ്നം തീർക്കാൻ അറിയില്ല. ഈ നേരെ അലിയാർ തങ്ങളുടെ അടുത്തേക്ക് ചെന്നിട്ട് കൈപിടിച്ചിട്ട് മണ്ണിൽ കിടന്ന് സങ്കടപ്പെട്ട് കിടക്കുന്ന അലിയാർ തങ്ങളെ വിളിക്കണം, യാ അബാ ത്വറാബ്, അല്ലയോ മണ്ണിന്റെ വാപ്പ, മണ്ണിൽ കിടന്ന് പുരളിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ, എന്താ അങ്ങനെ കുട്ടികളെ പോലെ എണീറ്റ് പോന്നേന്ന് പറഞ്ഞിട്ട് മകളുടെ അടുത്തേക്ക് സ്നേഹത്തോടെ കൊണ്ടുപോവുകയാണ്. പഠിക്കാൻ ഒരുപാടുണ്ട്, പകർത്താൻ ഒരുപാടുണ്ട്. ദാമ്പത്യം എന്നതും കുടുംബം എന്നതും നമ്മൾ ഏറെ ചിന്തിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേരക്കുട്ടികളോട് കാണിച്ച മാന്യമായ സ്നേഹപെരുമാറ്റം ചരിത്രത്തിൽ ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ആരാ? മക്കളുടെ കുട്ടികളോട്, ചെറിയ മക്കളോട് അവർക്ക് കളിക്കാനുള്ള ഒട്ടകമായി നിന്നുകൊടുത്ത വല്യപ്പയാണ് നബിതങ്ങള്.